സാൻഡോ കത്തോലിക്ക ആപ്പ് നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാൻ. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാൻ. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാൻ. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാൻ. നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടിപ്പുകഴ്ത്താ. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കർത്താവിന്റെ വിലയെ നമ്മളെന്നും പ്രത്യേകമായിട്ട് വിശുദ്ധ തിമോത്തിയുടെയും വിശുദ്ധ ടൈറ്റസിൻ്റെയും മാധ്യസ്ഥം നമ്മളെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരെ പോലെ കർത്താവിൻ്റെ സുവിശേഷ വാഹകരായിട്ട് പൗലോസ്ലീഹായോടൊപ്പം പ്രവർത്തിച്ചതുപോലെ ഈ വിശുദ്ധരോടൊപ്പം ഈ വിശുദ്ധ മാധ്യസ്ഥം പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും കർത്താവെ നിൻ്റെ സുവിശേഷം അനേകം മക്കളിലേക്ക് എത്തിക്കാനായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതയാത്ര തുടരാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. നമുക്ക് ഈശോയോട് ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന എല്ലാവരുടെയും നിയോഗങ്ങളും ആവശ്യങ്ങളും അവരുടെ സൗഖ്യത്തിനായിട്ടൊക്കെ നമുക്ക് യാചിക്കുകയും തമ്പുരാൻ്റെ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങളേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ വലിയ പിഴ. ആകയാൽ തിരികെ പരിശ്രമത്തോടും എല്ലാ മലാഖമാരുടെ വിശ്വരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവേശ്വരായ തിമോത്തിയെയും തീത്തൂസിനെയും അപ്പോസ്തലിക പുണ്യങ്ങളാൽ അങ്ങ് അലങ്കരിച്ചുവല്ലോ. ഇവരുടെ മധ്യസ്ഥ വഴി ഈ കാലയളവിൽ നീതിയോടും ഭക്തിയോടും കൂടി ജീവിതം നയിച്ച് സ്വർഗീയ പിതൃരാജ്യത്തിൽ എത്തിച്ചേരാൻ ഞങ്ങൾ അർഹരാകുന്നതിന് അനുഗ്രഹിക്കണമേ. ഞങ്ങളോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവ് അങ്ങയുടെ ഉത്തരനുമായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. സഹോദരരെ, വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് ക്രിസ്തു ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയനായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. അത് പ്രധാന പുരോഹിതൻ തന്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടത്തെ കരവും വിസ്തഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കിന്നരമീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യാഘോഷത്തോടെ അവിടത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, അങ്ങേ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കാലത്ത് ജെറൂസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബെൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു. വിശ്വാസികൾ തലവനെ കൊണ്ടാണ് അവർ വിശ്വാസികളെ പുറത്താക്കുന്നത്. യേശുവിനെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്ധഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്ധഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം, അതിനുശേഷമേ കവർച്ച നടത്താനും കഴിയും. സത്യമായി നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാവങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവനിങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്നവർ പറഞ്ഞതിനാലാണ്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ.
പൂജാവേദിയിൽ നാദാ ഒരു കാണിക്കയായി ഞാനേകാം മമ മനവും കോടി കിനാവും കരളുരുകും എൻ്റെ നിലയും ഈ പൂജാവേദിയിൽ നാദാ ഒരു കാണിക്കയായി ഞാനേകാം മമ മനവും കോടി കിനാവും കരളുരുകും വേദനയും. സഹോദരങ്ങളെ, നിങ്ങളുടെയും വില സർവശക്തന പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത സഭയുടെ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ വിസ്തരായ തിമോത്തിയുടെയും തീത്തൂസിന്റെയും തിരുനാളിൽ അർപ്പിക്കുന്ന അങ്ങേ ജനത്തിന്റെ കാണിക്കൽ സ്വീകരിക്കുകയും ആത്മാർത്ഥ ഹൃദയത്തോടെ ഞങ്ങളെ അംഗീകാരപൂർവ്വം സ്വീകാര്യരാക്കി തീർക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വനത്തിനുമായ ദൈവം, ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവനായ യോഗ്യവും രക്ഷാകരമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിത്താർ ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുന്ന മഹത്തുള്ള പരമസുദ്ധമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്ന അങ്ങനെ വിസ്തരോടും സ്ഥലമലാഹമാരോട് ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അബ്രാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ കൃത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ലേ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്കറിഞ്ഞത് പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടല്ലേ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുമെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാവമോചനത്തിനായി ചിത്തപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു ഈശോയ്ക്ക് നന്ദി പറയാൻ നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്തുകൊണ്ട്, സമാധാനങ്ങൾ ഓർത്തുകൊണ്ട്, സന്തോഷങ്ങൾ ഓർത്ത്, അപകടങ്ങൾ നമ്മൾ രക്ഷിച്ചതിന്, രോഗങ്ങൾ നമ്മളെ സുഖപ്പെടുത്തുന്നതിനെല്ലാം ഓർത്തുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം. അതുകൊണ്ട് തന്നെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. യൂട്യൂബ് ഈ സാന്ത്വന മിഷൻ എന്ന ചാനലിലൂടെ പ്രധാന ഒരു ഏർപ്പെടത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. സൗഖ്യമേകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ കർത്താവിൻ്റെ ബലിയർപ്പണം സാന്ത്വന മിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജോഫിനെയും എബിനെയും ജിക്സിനെയും ഗ്ലെന്നെയും ക്രിസ്റ്റിയെയും അതുപോലെ തന്നെ നമ്മുടെ അന്നാമോളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവിടെ നിയോഗങ്ങളെല്ലാം ആശ്രദിക്കപ്പെടാനായിട്ട് നമുക്ക് യാചിക്കാം. അങ്ങേ കർത്താവിനടുത്ത് ഭരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോൾ രക്ഷയുടെ മാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിനെ ശരീരത്തിലും അങ്ങ് ചേർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ. താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം അവിശ്വ കിടക്കുന്ന അങ്ങ് സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളൊരു അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ജെയിംസ് പിതാവിനോട് വ്യതികരണത്തോട് മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ തിരുകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ദൈവം ഒരു ശരിയാവരത്തോടെ കനിയുടെ ഭർത്താവായ വകയുടെ സവിതാവിനോടും അനുഗ്രഹീതനായ പൗസലന്മാരുടെ കലാകാലം സാധിപ്പിച്ച സ്ഥലവിസ്തരോടുമൊത്ത് പങ്കുജനഹരാക്കി പുത്രനായ യേശു ക്രിസ്തു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സുരക്ഷിതനായ ദൈവപിതാവായ പരിശുദ്ധാത്മാവ് ഐക്യത്തിൽ
എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായും ദിവദേശരവൽകൃതരായും നിർഭയം നമുക്ക് യേശുവെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിടുന്ന ഞങ്ങളിൽ സമാധാനം കന്യമാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ വൃത്തിയാശ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷയോടെ അങ്ങേക്കരണയുടെ സഹായത്തിൽ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നൽകുന്നത് പൂസലം മളിച്ചത് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസകന്മാർ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചിരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ശരീരവും നിരത്വനെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അപ്പോസ്തലിക പ്രബോധനങ്ങൾ പഠിപ്പിച്ചും വിശുദ്ധനായ തിമോത്തിയുടെയും തീത്തോസിന്റെയും പ്രയത്നത്താൽ സംരക്ഷിതമായ വിശ്വാസം ഞങ്ങൾ സ്വീകരിച്ച കൂദാശ ഞങ്ങളിലും പരിപോഷിപ്പിക്കുക മാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. പ്രസിദ്ധനായ ദൈവപിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യനാഥേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, സെബസ്ത്യാനോസേ, സകല വിശുദ്ധരെ, സകല മലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ.
സാൻഡോ കത്തോലിക്ക ആപ്പ്. നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ.